നാസയുടെയും ISROയുടെയും സംയുക്ത ദൗത്യം നൈസാർ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും നൈസാർ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ സഹായകമാകും. 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5:40 GSLV F-60 റോക്കറ്റിലേറിയാണ് നൈസാർ ചരിത്രത്തിലേക്ക് കുതിച്ചത്. ISROയും നാസയും ചേർന്നുള്ള ആദ്യ വിക്ഷേപണ ദൗത്യമാണിത്. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ സാറ്റലൈറ്റ് എന്നാണ് നൈസാറിന്റെ പൂർണ്ണരൂപം. 2 സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന പ്രത്യേകതയും നൈസാറിനുണ്ട്. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും ഭൂമിയെ മൊത്തമായും സ്കാൻ ചെയ്യും. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന തരത്തിലാണ് ഇരട്ട റഡാറുകളുടെ രൂപകൽപ്പന. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഭൂകമ്പവുമെല്ലാം നൈസാറിന്റെ റഡാറിൽ കൃത്യമായി പതിയും. കടലിലെ മാറ്റങ്ങളും പുഴകളുടെ ഒഴുക്കും തീരശോഷണവും മണ്ണൊലിപ്പുമെല്ലാം റഡാറുകൾ പകർത്തും. കാട്ടുതീയും മഞ്ഞുപാളികളിലെ മാറ്റവും ഹിമാനികളുടെ ചലനവും മണ്ണിന്റെ ഈർപ്പവും വിളകളുടെ വളർച്ചയുമെല്ലാം നിരീക്ഷിക്കാനും ഉപഗ്രഹത്തിന് കഴിയും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും സഹായകമാകും. 12 ദിവസത്തിലൊരിക്കലെങ്കിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും സാറ്റലൈറ്റിലെ റഡാറുകൾ അതിസൂക്ഷ്മമായി പകർത്തും. ഉപഗ്രഹം ശേഖരിക്കുന്ന വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ലഭ്യമാകും. ISRO ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ കൃത്രിമ ഉപഗ്രഹമാണ് നൈസാർ. 13,000 കോടി രൂപയ്ക്ക് മുകളിലാണ് നൈസാർ ഉപഗ്രഹത്തിന്റെ ആകെ ചെലവ്. 2400 കിലോഗ്രാമാണ് ഈ സാറ്റലൈറ്റിന്റെ ഭാരം. നാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.